ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ നഗറ്റ്സ് റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ റമദാനൊക്കെ നമുക്ക് വളരെ വേഗത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. അതിനു വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 100-150 ഗ്രാമോളൊക്കെ ഒരു എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയ ശേഷം ജാറിൽ ഇട്ട് കൊടുത്തിക്കുകയാണ്. ഇനി നമുക്കത് നല്ലോണം അരച്ചെടുക്കാം. അത് ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് ഒരു കഷ്ണം മാത്രം മതി കേട്ടോ. പിന്നെ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ, അതുപോലെ സോയാ സോസ്, പിന്നെ കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് കളറിന് വേണ്ടിയിട്ട് കേട്ടോ. കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് ക്രംസും ചിക്കനൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് കേട്ടോ എടുക്കുന്നത്. ഇതേപോലെ സ്റ്റീലിൻ്റെ വട്ടത്തിലുള്ളതോ ചതുരത്തിലുള്ളതോ എങ്ങനെ ആയാലും വേണ്ടില്ല, നല്ല പരന്നതായാൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് നല്ല ചപ്പാത്തി പലക ഉണ്ടെങ്കിൽ അതിന്മേലൊക്കെ ആയിട്ടൊക്കെ നമുക്ക് ഇത് വെച്ചുകൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജാറിൽ നിന്ന് പാത്രത്തേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ലൂസായിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയൊക്കെ ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തിട്ട് അത് നമുക്ക് പാകത്തിനൊക്കെ ആക്കിയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി തന്നെ നല്ലോണം ഒക്കെ കുഴച്ചെടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇത്ര തന്നെ ഉള്ളൂ ഉണ്ടാക്കിയിട്ട്. നമുക്ക് ഇതിലും ക്വാണ്ടിറ്റി കൂടുതൽ എടുത്താൽ ഇതിലേറെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇനി ഈ പ്ലേറ്റിൽ അങ്ങനെ പരത്തിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ പ്ലേറ്റിൽ കുറച്ച് എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിന്ന് ഇത് പരത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ കൈകൊണ്ട് പരത്തി കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ വക്കൊക്കെ നല്ലോണം ലെവലാക്കി കൊടുക്കുക. ഇനി ഞാനത് കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്കത് സ്ക്വയർ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അരിയിലൊക്കെ ഇങ്ങനെ ലെവലാക്കി കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അടിയിൽ എണ്ണ തേച്ച് കൊടുത്തത് കൊണ്ട് തന്നെ അത് ശരിക്കും വേഗം വേറിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും തിന്നായിട്ട് മതി കേട്ടോ അത്. കാരണം നമ്മുടെ ചിക്കനൊക്കെ നമ്മൾ വേവിക്കാതെയാണല്ലോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് തിന്നായിട്ടാണെങ്കിൽ വേഗം എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ അത് വേവിച്ച് കിട്ടും കേട്ടോ, വെന്ത് കിട്ടും കേട്ടോ. ഇനി ഞാനത് ബാക്കിയുള്ളതൊക്കെ ഒരു പാത്രത്തേക്ക് മാറ്റിയെടുക്കുകയാണ്. അപ്പോൾ അതാ പലതും പല ഷേപ്പിലൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അരുഭാഗമൊക്കെ ഞാൻ ഒന്നും കൂടിയൊക്കെ കുഴച്ചിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ ഇട്ടിട്ട് വേണം നമുക്ക് പൊരിച്ചെടുക്കാൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ബ്രെഡ് ക്രംസ് ഒന്ന് ഉണങ്ങി നല്ല ഡ്രൈ ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുകയാണ്. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഗരം മസാലയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ എന്തെങ്കിലുമൊക്കെ ഒരു നുള്ള് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ മുട്ടയൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പാലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഈ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കണ മാതിരി തന്നെ നമ്മൾ ആദ്യം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് ക്രംസിൽ കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ലോണം ബ്രെഡ് ക്രംസ് കവർ ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മുടെ ഡോണറ്റ്സ് കാണാനും തന്നെ നല്ല ഭംഗിയിൽ കിട്ടുള്ളൂ, മുകളിലൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ ഇത് നല്ലോണം ഞാൻ കവർ ചെയ്തൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളത് ഓരോന്നായിട്ട് അങ്ങനെ പാത്രത്തിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ തമ്മിൽ അട്ടിക്ക് വെക്കരുത് കേട്ടോ, നമ്മൾ നിരത്തിയിട്ടാണ് വെക്കേണ്ടത്. ഇനി നമ്മളത് ഫ്രീസറിലേക്കാണ് കേട്ടോ നേരെ വെക്കുന്നത്. സമയമുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നേരം വെക്കാം കേട്ടോ. ഇപ്പം ഞാൻ വേഗം തന്നെ എടുത്തിട്ട് ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ അതാ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓരോന്നായിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുഴഞ്ഞ നഗറ്റ്സ് ഒന്നും കൂടിയൊക്കെ ഹാർഡായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് അത് ഫ്രൈ ചെയ്യാനും ഒക്കെ നല്ല എളുപ്പമാണ്.
അപ്പോൾ ഇതിന് നമ്മൾ ഫുൾ തീയിലിട്ട് കണ്ടൊന്നും നമ്മൾ ഫ്രൈ ആക്കരുത് കേട്ടോ. ഇതിന് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് വെച്ചാൽ മതി. നമ്മുടെ ചിക്കനൊക്കെ വേവാത്തതാണ്. അപ്പോൾ അതൊക്കെ വെന്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലോ ടു മീഡിയം വരെയുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. അതിന് അധികമൊന്നും എണ്ണ വേണമെന്നില്ല കേട്ടോ. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. റംസാനൊക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ. കാരണം നമ്മുടെ ചിക്കൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രെഡ് ക്രംസ് മാത്രം മതി. പിന്നെ അത് മിക്സിയിലിട്ട് അടിച്ചു കൊടുക്കണം. നമ്മൾ എണ്ണയിലിട്ട് വഴറ്റിയേ ഒന്നും അങ്ങനത്തെ ഒരു പണികളുമില്ല. നമ്മൾ എണ്ണയിലിട്ട് വഴറ്റി അത് ചൂടാറാനും അങ്ങനെയൊക്കെ നിൽക്കണമല്ലോ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കാൻ. ഇതങ്ങനെ ഒന്നുമില്ല കേട്ടോ. അത് വളരെ പെട്ടെന്ന് തയ്യാറാക്കുകയും ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നഗറ്റ്സാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ്. ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ. അവരിത് എപ്പോഴും ചോദിക്കും. അപ്പോൾ എല്ലാവരും ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉണ്ടാക്കി കൊടുക്കുക. റമദാനിന് നമുക്ക് പണി കുറഞ്ഞ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ നഗറ്റ്സൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ എണ്ണയിൽ നിന്ന് അതൊക്കെ കോരി മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ കളർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കോരി മാറ്റാം. നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ മുഴുവനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഇത്രയും നഗറ്റ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഈ ചിക്കൻ നഗറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കണോലുണ്ടാവില്ലേ. അപ്പോൾ അവർക്കൊക്കെ ഇത് കാണിച്ചു കൊടുക്കുക. നമുക്ക് പൈസ കൊടുത്തൊന്നും വാങ്ങണം. നമുക്ക് തന്നെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.